മന്ത്രിയായ സമയം കൊണ്ട് വല്ല ജഡ്ജിയാകായിരുന്നു. അങ്ങനെയാണെങ്കിൽ സ്വന്തമായിട്ട് തീരുമാനം എടുക്കാറുണ്ടല്ലോ. സാറ് ഈ വായിൽ പഞ്ഞും കുത്തി കയറ്റി വെച്ചോണ്ടിരിക്കാതെ വാ തുറന്ന കാര്യം പറ. ഒന്ന് അടങ്ങടോ. തനിക്കെങ്ങനെ പറയാം? എന്റെ സീറ്റാ പോകുന്നത്. എടോ, ആരുടെ സീറ്റും പോകുന്നില്ല. 5-6 മാസം കൈയിട്ട് വരാൻ പറ്റില്ല, അത്രേ ഉള്ളൂ. അപ്പൊ ഫെസിലിറ്റി എല്ലാം ഉണ്ടല്ലോ അല്ലേ? ആ, അങ്ങനെയാണെങ്കിൽ ഓക്കെ. സാറിന്റെ ഒറ്റൊരാളുടെ പിടിവാശം കൊണ്ട് അവന്മാർക്ക് ഇത് അനുവദിച്ചു കൊടുത്തേ. അവസാനം നമുക്കിത് പറയാവോ സാറേ? രാകേഷേ, നമ്മുടെ വഴിയിൽ ഒരു കല്ല് വന്ന് വീണ അത് നമ്മുടെ വഴിയിൽ ഒരു തടസ്സമായിട്ട് കരുതാം. അല്ലെങ്കിൽ ആ കല്ലിൽ ചവിട്ടി കൂടുതൽ ഉയരത്തിലെത്താനുള്ള ചവിട്ടുപടിയാക്കി മാറ്റാം. സർക്കാരിന്റെ പ്രതിച്ഛായ കൂട്ടാനും KSRTC നിർത്താനും പറ്റിയ ഒരു ചവിട്ടുപടിയായി നമുക്കിതിനെ മാറ്റണം. എന്റെ സാറൊന്ന് മനസ്സിലാകുന്ന ഭാഷ പറ, അല്ലാതെ ചുമ്മാ ഒരു മാതിരി. എടോ, ഇപ്പൊ നമ്മൾ സ്റ്റേക്കും അപ്പീലിനും പോയാൽ അതൊരു നെഗറ്റീവ് ഇമ്പാക്റ്റ് ഉണ്ടാക്കും. പിന്നെ കേസ് നീണ്ടുപോകും. ഇപ്പോഴെങ്ങും അത് തീരെയില്ല. അത് ശരിയാ. അതേസമയം നമ്മൾ ഇപ്പൊ അവരെ ഇത് ചെയ്യാൻ അനുവദിച്ച 6 മാസം കൊണ്ട് കാര്യം എളുപ്പമാകും. 6 മാസം നടത്തി നഷ്ടത്തിലാകുമ്പോൾ നമ്മൾ പറഞ്ഞതാണ് ശരിയെന്ന് ജനം വിശ്വസിക്കും. കോടതി വിധിയും നമുക്ക് അനുകൂലമാവും. KSRTC നിന്നും കിട്ടും. അത് നിർത്തിയതിന്റെ ചീത്തപ്പേര് നമുക്കൊട്ടും ഉണ്ടാവത്തൂല്ല. വെറുതെ അല്ല CM ആയത്. അല്ല സാറേ, ഇനി അമ്മരെങ്ങനെ ലാഭത്തിലാക്കിയാലോ? ഗതാഗത വകുപ്പ് മന്ത്രി പറയട്ടെ. അല്ല, അതിപ്പം നന്നായി നോക്കി നടത്താനല്ലേ പറയാൻ പറ്റുള്ളൂ, അല്ലേ? എടോ, അധികാരവും പണവും നിയമവും ഒക്കെ നമ്മുടെ കയ്യിൽ ഉള്ളപ്പോൾ ഈ പുതിയ പിള്ളേർ വന്ന് ഇത് ലാഭത്തിലാക്കിയാൽ പിന്നെ നമ്മളൊക്കെ ഈ പണിയങ്ങ് നിർത്തുന്നതാണ് നല്ലത്. അവരെ കൊണ്ടാവുന്ന പോലെ അവർ ചെയ്യട്ടെ, നമ്മളെ കൊണ്ടാവുന്ന പോലെ നമുക്കും ചെയ്യാം. വരട്ടെ, നോക്കാം. ജീവനക്കാരെ നമ്മളെ കാത്തിരിക്കുകയായിരിക്കും. ഞെട്ടിക്കണം അല്ലേ സർക്കാരിനെ? എല്ലാ ജീവനക്കാരെയും മോട്ടിവേറ്റ് ചെയ്ത് പെട്ടെന്ന് മോട്ടിവേറ്റ് ചെയ്യാൻ ആരെയും കാണുന്നില്ലല്ലോ. സ്റ്റാഫൊന്നും ഇല്ലേ? ആരും വന്നില്ലേ? ചാച്ചാജി തട്ടി വിളിച്ച് ചാച്ചാജിയോട് ചോദിക്കാം. ഹലോ, ആരാ? ജോലിക്ക് കോടതി വിധി. ഞാൻ KP അമൃത്, നിങ്ങളുടെ PA. പെട്ടെന്നായതുകൊണ്ട് ഒരുക്കങ്ങളൊന്നും പൂർത്തീകരിക്കാൻ പറ്റിയിട്ടില്ല. സാരമല്ല, എന്നാലും നിങ്ങൾക്ക് വേണ്ടി എന്തോ ഞാനിവിടെ കരുതി വെച്ചിരുന്നല്ലോ. ഇത് അത് തന്നെ വെച്ചോ, നിങ്ങൾക്കുള്ളതാ. വെച്ച ആരും വന്നില്ലേ? അല്ല, വരാൻ സമയമായില്ല. മണി 10 അത് ശരിയാണ്. അല്ല, പറഞ്ഞിട്ട് കാര്യമില്ല. എല്ലാവരും യൂണിയൻകാരും ഈ പിടിപാടുള്ളവരൊക്കെയാണേ. ക്യാബിലേക്ക് ഇരിക്കാം, വാ. നിങ്ങൾ എന്തിനാ ഏറ്റത്? ഇത് നടക്കാവുന്ന വല്ല കാര്യമാണോ? പറഞ്ഞിട്ടെന്ത് കാര്യം? അല്ല, പേടിക്കൊന്നും വേണ്ട, ഞാൻ ഉണ്ടല്ലോ. ഒരു 6 മാസം തട്ടിയും മുട്ടിയും എങ്ങനെയൊക്കെ തീർക്കുന്ന കാര്യം ഞാൻ പറഞ്ഞുതരാം. ഗുഡ് മോർണിംഗ് സാർ. ഗുഡ് മോർണിംഗ്. പുതിയ അപ്പോയിൻമെന്റ്, അതാണ് ഇത്ര ആത്മാർത്ഥത. വരുന്നിരുന്നോ ഒക്കെ നമ്മുടെ ആൾക്കാരാ. ശരി സാർ. ഒരു 11:30 ആകുമ്പോഴേക്കും DTOയും നേതാക്കന്മാരും യൂണിയൻകാരൊക്കെ വരും. കാര്യങ്ങളൊക്കെ ഞാൻ പറഞ്ഞ് മനസ്സിലാക്കിക്കോളാം. പിന്നെ എന്താവശ്യം ഉണ്ടെങ്കിൽ വിളിച്ചോ, ഞാൻ ഉണ്ടാവും. ശരി, കേറിക്കോ.
എന്ത് കാര്യം അനുഭവിക്കും. ഞാൻ ഇതുവരെ വിചാരിച്ച സർക്കാർ ഓഫീസിൽ എന്തെങ്കിലും ആവശ്യത്തിന് ചെന്നാലേ വെറുപ്പിക്കലുള്ളൂ. ഇതിപ്പോ ജോലി ചെയ്യാൻ ചെന്നാലും നെഗറ്റീവ് ആണല്ലോ. ഒരു 11 ബാക്കിയുള്ള ആൾക്കാർ വരില്ലേ? നല്ലൊരു ടീം സെറ്റാക്കാം. ബാ വാ. ഡീസൽ എക്സ്പെൻസിന്റെ ഫയലാണ്. ഈ പേപ്പേഴ്സിലെ കണക്കൊന്നും അങ്ങോട്ടൊരു എടാ ഒന്നും കറക്റ്റ് ആയിരിക്കില്ല. കറക്റ്റ് ആണെങ്കിൽ ഇതിപ്പോ ഈ അവസ്ഥ വരുമോ? സാർമാരെ കാണുന്നുമില്ല. ഞാൻ നേരത്തെ പറഞ്ഞില്ലേ, DTOമാരും യൂണിയൻകാരൊക്കെ വന്നിട്ടുണ്ടേ. അവരെന്തൊക്കെ പറയായിരിക്കും. നിങ്ങൾ പേടിക്കാനും വേണ്ട. വാ ബാ ഐ, ഞാനുണ്ടല്ലോ. വാടാ. പോയിട്ട് വാ. ബാ ഇപ്പൊ തന്നെ തീരുമാനം ആയിക്കോളും. ഗുഡ് മോർണിംഗ്. ഗുഡ് മോർണിംഗ്. എല്ലാവരെയും വഴിയെ പരിചയപ്പെട്ടോളാം. ഇതൊരു റിലേ പോലെയാണ്. ബാറ്റൺ നമ്മുടെ കയ്യിലാണ്. നല്ലോണം ഓടിയാലേ മുമ്പിൽ ഓടുന്നവരും പിന്നിൽ ഓടിയവരും വിജയിക്കും. ഒരു ദിവസം 9 കോടിയാണ് ടാർഗറ്റ്. നമുക്ക് അച്ചീവ് ചെയ്തേ പറ്റൂ. അത്ര പെട്ടെന്നൊന്നും ഇത് അച്ചീവ് ചെയ്യാൻ പറ്റത്തില്ല എൻ്റെ സാറേ. ഞാനൊരു കാര്യം അങ്ങോട്ട് പറയാം. എത്രയും പെട്ടെന്ന് പ്രൈവറ്റൈസ് ചെയ്താൽ അത്രയും നല്ലത്. എന്റെ എക്സ്പീരിയൻസ് വെച്ച് ഞാനൊരു കാര്യം പറയാം. എഴുതി ഒപ്പിട്ട് തരാം. ഇത് നടക്കുകയില്ല. നടക്കില്ല, പറ്റില്ല, ഇപ്പൊ സാധിക്കില്ല. ആ പേപ്പറില്ല, ഈ പേപ്പറില്ല, നാളെ വാ, മറ്റന്ന വാ, അടുത്ത ആഴ്ച വാ. ഇതൊക്കെ സ്ഥിരം സർക്കാർ ഓഫീസിലെ ഡയലോഗുകളല്ലേ? ഇതൊക്കെ പറഞ്ഞാണ് ഈ പ്രസ്ഥാനവും ഈ നാടും ഈ അവസ്ഥയിലെത്തിയത്. ഒരു കാര്യം ഞാൻ പറഞ്ഞേക്കാം, ഇത് പറ്റുമെന്ന് വിശ്വസിക്കുന്ന ആൾക്കാർ മാത്രം നിന്നാ മതി. പണിയെടുക്കാത്ത ഒരൊറ്റ എണ്ണത്തിനോട് വെച്ചുറപ്പിക്കില്ല. മനസ്സിലായോ? സാറേ സാറേ, പണിയെടുക്കാത്ത ചില തൊഴിലാളികളെയും നേതാക്കളെയും പിന്നെ ഇവരെ പോലെയുള്ളവരെയും ഒഴിവാക്കിയാൽ ബാക്കിയുള്ളവർ കോർപ്പറേഷന് വേണ്ടി ആത്മാർത്ഥമായി ജോലി ചെയ്യുന്നവരാ. ഒന്ന് പോണേ സാർ, ഞങ്ങളുടെ കൂടെ നിൽക്കാവോ? എങ്കിൽ ഈ ടാർഗറ്റ് പുല്ല് പോലെ നമുക്ക് അച്ചീവ് ചെയ്യാം. സാറിന്റെ പേരെന്താ? എൻ്റെ പേര് ശ്രീധരൻ. കളിയും കളിയുടെ നിയമങ്ങളും മാറിയ സ്ഥിതിക്ക് ഇനി നല്ല കളിക്കാരെ മാത്രം മതി. ശ്രീധരൻ. കാണാം കേട്ടോ സാറേ. നിന്റെയൊക്കെ ഓഫീസിൽ കയറി നാട്ടുകാർ പഞ്ഞിക്കിട്ടില്ലെങ്കിൽ കാണാം. ഓ ശ്രീധര മാറോ.